So hi everyone. So let's practice some MCQs on biomolecules. So ആദ്യത്തെ ചോദ്യം ഇതാണ്. The minimum carbon number in an oligosaccharide is 6, 4, 3 and 2. So oligosaccharide എന്ന് പറയുമ്പോൾ these are group of compounds when hydrolysis നടക്കുന്ന സമയത്ത് അവർ രണ്ടോ അതിലധികമോ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒളിഗോസാക്രൈഡ് എന്ന് പറയുക. ആൻഡ് ഹൈഡ്രോളിസ് നടക്കുന്ന സമയത്ത് ഇവർ സെയിമോ ഡിഫറൻറ്റോ ആയിട്ടുള്ള മോണോസാക്രൈഡുകളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ആൻഡ് വിച്ച് ആർ ഹെൽഡ് ടുഗദർ ബൈ ഗ്ലൈക്കോസിഡിക് ബോൺസ്. ഓക്കെ, സോ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയാം. ഓക്കെ, ആ ഒളിഗോസാക്രൈഡിൽ വരുന്നതാണ് ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ്, ടെട്രാസാക്രൈഡ്. അങ്ങനെ ബേസ്ഡ് ഓൺ അവരുടെ എത്ര നമ്പർ ഓഫ് കാർബൺസ് ആണ് ഉള്ളത് അതിൻ്റെ നമ്പറിലാണ് അവരെ പേരറിയപ്പെടുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് വരുന്ന ഒളിഗോസാക്രൈഡ് ആണ് ഡൈസാക്രൈഡ്. സോ ഡൈ എന്ന് പറയുമ്പോൾ 2 വിച്ച് ഇസ്, സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ദ റേഷ്യോ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ എ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിൽ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെയും റേഷ്യോ എത്രയാണ് വരുന്നത്, 2:1 റേഷ്യോയിലാണ് അവർ വരുന്നത്. ഓക്കെ, ഇനി CnH2nOn ഇസ് ദ ജനറൽ ഫോർമുല ഓഫ് ഇവിടുത്തെ ഫാറ്റി ആസിഡ്, ഫാറ്റ്, ഗ്ലിസറോൾ, കാർബോഹൈഡ്രേറ്റ്. ഇതിൽ കാർബോഹൈഡ്രേറ്റിനാണ് CnH2nOn എന്ന് പറയുന്ന ഫോർമുല വരിക. അതേസമയം നമ്മുടെ ഫാറ്റി ആസിഡ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഒക്കെ വരുന്ന സമയത്ത് H2nO2n എന്നുള്ള ഫോർമുലയിലേക്ക് വരും. ഓക്കെ, സോ കാർബോഹൈഡ്രേറ്റിൻ്റെ ജനറൽ ഫോർമുലയാണ് CnH2nOn എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ആൻ എൻസൈം ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ബൈ A. Supplying the energy required to start the reaction. B. Increasing the rate of random collisions of molecules. C. Removing the product of the reaction, so allowing it to continue. And D. Bringing the reaction molecules into precise orientation with each other. ഇതിൽ എൻസൈം എങ്ങനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്? അവരെന്താ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അവർ എനർജി സപ്ലൈ ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുന്നത് എൻസൈംസ് ആണ്. ഓക്കെ, സോ അടുത്ത ചോദ്യം. സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം, മോണോസാക്രൈഡ് ആണ്. ഓക്കെ, ആൻഡ് ഒരു മോണോസാക്രൈഡിൻ്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ലാക്ടോസ്, സുക്രോസ്, റൈബോസ്, മാൾട്ടോസ്. ഇതിൽ ഏതാ എക്സാമ്പിൾ? ഏതാ? റൈബോസ് ആണ്. ഓക്കെ, റൈബോസ് ആണ് ഒരു മോണോസാക്രൈഡിൻ്റെ എക്സാമ്പിൾസ്. വേറെ ഏതൊക്കെ എക്സാമ്പിൾസ് അറിയാം? ഗ്ലിസറാൾഡിഹൈഡ്, ഗ്ലൂക്കോസ്, റൈബോസ്, എറിത്രോസ്, റിബുലോസ്, ഫ്രക്ടോസ്. ഇതൊക്കെ എന്ത് തന്നെയാണ്? മോണോസാക്രൈഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സൈലോസ്, അറബിനോസ്, ഡിയോക്സി റൈബോസ്, ഗലാക്ടോസ്, മാനോസ്, ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? മോണോസാക്രൈഡുകൾക്ക് എക്സാമ്പിളാണ്. ഇനി മോണോസാക്രൈഡുകൾക്ക് എത്ര കാർബൺസ് ആണ് ഉണ്ടാവുക? അവർക്ക് 3 to 7 കാർബൺ ആറ്റംസ് ആണ് ഉണ്ടാവുക. ഓക്കെ,